ഞാനിപ്പോൾ നിങ്ങളോട് മൂന്നാളോട് എന്തിനാ വരാൻ പറഞ്ഞാലോ, നമ്മളെ വാപ്പ സുഖമില്ലാതായിട്ട് 2 വർഷമായി. നമ്മളെല്ലാവരും നോക്കിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ പൈസ വേണം. അതിന് എന്ത് ചെയ്യും? അതിന് നമ്മളൊരു ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചത്. കാക്ക, എനക്കറിയില്ലേ, എന്റെ കുട്ടിന്റെ കല്യാണം ഇപ്പൊ അടുത്ത കഴിഞ്ഞു. അതിന് ഒരുപാട് പൈസക്ക് ചെലവാണ്. എന്റെ കയ്യിലാ ചഞ്ചിന്റെ പൈസ അല്ല. കാക്ക, ഇന്റെ അവസ്ഥ അതേപോലെ തന്നെ. എന്റെ പെരപ്പണി ഇപ്പടുത്തല്ല കഴിഞ്ഞ്. അതുമ്പോ ഞാൻ ആകെ കടത്തിൽ കുളിച്ചു കിടക്കാണ്. അതുകൊണ്ട് ഇന്നെ കൊണ്ട് ഒരു വജ്ജില്ല. കാക്ക, ഞാൻ ഇപ്പോഴാണ് ഒരു പുതിയ വണ്ടി എടുത്തത്. അതിനാണെങ്കിൽ 10-20,000 അടവുണ്ട്. ഇന്നാലും ഒരു വജ്ജുമില്ല കേട്ടോ. എന്നാ ഞാൻ പറയാം, വാപ്പാന്റെ പേരിലെ വസ്തുവാണ് വിൽക്കുക. അത് വിറ്റിട്ട് ആ പൈസ കൊണ്ട് വാപ്പാനെ ചികിത്സിക്കാം. അതെന്ത് പരിപാടിയാ? അതൊന്നും നടക്കൂല കേട്ടോ കാക്ക. എന്താ നടക്കൂലെന്ന്? അതേ, മിഞ്ഞാന്ന് വാപ്പന്നെ എടുത്തേക്കാണ്ട് വിളിച്ചിട്ടേ എന്റെ താടിമ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് വാപ്പ പറയാണ്, ആ ടൗണിലുള്ള സ്ഥലവും കടയും അനക്കില്ലതാണ് കേട്ടോന്ന്. പടച്ചോനെ, ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ. 2 വർഷമായിട്ട് മുണ്ടാൻ കഴിയാതെ വാപ്പ തളർന്ന് കിടക്കുകയാണ്. എന്നിട്ട് മിഞ്ഞാന്ന് വന്നിട്ട് വാപ്പാనికి സ്ഥലം തരാന്ന് പറഞ്ഞോ? 5 മിനിറ്റ് വാപ്പാന്റെ ബോധാണ്ട് വന്നു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് വാപ്പാന്റെ ബോധാണ്ട് പോയി. അത് ഭയങ്കര അത്ഭുതമാണല്ലോ. 2 വർഷം അബോധാവസ്ഥയിൽ കിടന്ന വാപ്പ മിഞ്ഞാന്ന് വന്ന് ഈ സ്ഥലം തരാനായിട്ട് 5 മിനിറ്റ് ബോധം തെളിഞ്ഞ് അപ്പം തന്നെ ബോധം പോവുകയും ചെയ്തുല്ലേ. നാണക്കൊന്ന് കേൾക്കണോ? ഇന്നലെ അസർക്ക് വാപ്പ എന്നോട് പറയണേ, എൻ്റെ അനുജനൊക്കെ തന്നെയാണ് ആ ഭാവണ്ടല്ലോ, താടിക്കാരം, പള്ള അടിച്ച് നുണ അറിയുന്ന ആളാണ്. ഓൻ പറഞ്ഞത് ഒന്നും നമ്പരുതേ. എന്നാലേ ഇത് ചില സ്ഥലത്തൊക്കെ നടക്കുന്ന ഒരു സമ്പ്രദായമാണ്. നമ്മളെല്ലാവരും ഒരു വാപ്പാന്റെ മക്കളല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ അഭിപ്രായം ചോദിച്ചത്. ഇനി നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നില്ല. നിങ്ങളെ മുതലും കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നോളി. വാപ്പാൻ എങ്ങനെ നോക്കണം എന്ന് എനിക്കറിയാം. അത് ഞാൻ നോക്കും കേട്ടോ.